ഇന്നിവിടെ വാഴപ്പിണ്ടി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അപ്പോൾ ഇവിടെ വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വട്ടത്തിലൊന്ന് നുറുക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ള മേലൊക്കെ ഒരു നൂലുണ്ടാവും, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇത് നുറുക്കിയെടുക്കാൻ. ഞാനിതുപോലെ നീളത്തിൽ നുറുക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം, വലുതാവരുത്. ഇതുപോലെ ചെറിയ ഇതായിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളിതവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കണം. അങ്ങനെ 5 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചു. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചീരുള്ളി ഒരു 3 എണ്ണം, വെളുത്തുള്ളി ഒരു 3 എണ്ണം, കാന്താരി മുളക് ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അങ്ങനെ ചതച്ചു. ഇനി അത് ഒരു പാൻ വെച്ചിട്ട് അതും ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതും ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കുറച്ച് കടുക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ അതിലോട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തു. പിന്നെ ചുവന്ന 3 മുളക് ഒന്ന് കഷ്ണം മുറിച്ചത് അതും ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത നമ്മളെ വാഴപ്പിണ്ടി ഇട്ടെടുത്തു. എന്നിട്ട് ഇതിലിട്ടാണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മളിവിടെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉപ്പിട്ടെടുത്തു. നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഇട്ടുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ചപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കണം. എന്നാലും ഇത് കുറച്ചൊന്ന് ഒരു കളറിന് വേണ്ടിയിട്ട് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്കൊരു 15 മിനിറ്റ് ഇത് മൂടി വെച്ച് കാണ്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഞാനിതാ 15 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാണ്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് ആവാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങ അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതാ നമ്മൾ അരച്ച തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിത് റെഡിയായി ഒന്ന് നോക്കാം. അപ്പോൾ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു. അപ്പോൾ നമ്മളുടെ വാഴപ്പിണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.